ടാറ്റ സഫാരി 90,000 കിലോമീറ്റർ ഓടിയതിൻ്റെ സർവീസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. മേജർ സർവീസാണ് ചെയ്തത്. ഇതിന് എനിക്ക് എത്ര രൂപ എക്സ്പെൻസായി എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ടാറ്റ സഫാരി ഉപയോഗിക്കുന്നു. ടാറ്റ സഫാരിക്ക് പൊതുവെ ഇതിൻ്റെ സർവീസ് വരുന്നത് 7,500 കിലോമീറ്ററിൽ മൈനറായിട്ടുള്ളൊരു ചെക്കപ്പും 15,000 കിലോമീറ്ററിൽ മേജർ സർവീസാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞത് 90,000 കിലോമീറ്റർ കഴിഞ്ഞത് മേജർ സർവീസാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് സാധാരണ ഡെഫ് ഞാനിത് തീരുന്ന സമയത്ത് പോയിട്ട് ടാറ്റയിൽ പോയിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് 2 ഘട്ടം മാത്രമായിരുന്നു ഡെഫ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഫില്ല് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 5 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക്, ഡെഫിൻ്റെ ടാങ്ക് വരുന്നത്. അതിന് 12 ലിറ്റർ ഒഴിക്കേണ്ടി വന്നു. അപ്പോൾ അത് 10 ലിറ്ററിൻ്റെ ഒരു ക്യാനും 2 ലിറ്ററിൻ്റെ ഒരു ക്യാനായിട്ടാണ് ഒഴിച്ചത്. 10 ലിറ്ററിൻ്റെ ക്യാനിന് 966 രൂപയാണ് ഡെഫിന് വരുന്നത്. അതിൻ്റെ ടാക്സ് അടക്കം 1,140 രൂപയും അതുപോലെ 263 രൂപയാണ് 2 ലിറ്ററിന് വരുന്നത്. അതിൻ്റെ ടാക്സ് അടക്കം 310 രൂപയും 80 രൂപ ലേബർ ചാർജും. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1,530 രൂപ ഡെഫിന് ചിലവായി, 12 ലിറ്റർ ഡെഫിന്. അതോടൊപ്പം തന്നെ AC വെൻ്റ് ക്ലീനിങ് ഞാൻ പൊതുവെ ചെയ്യാറില്ല. 90,000 കിലോമീറ്റർ അത് ചെയ്തു. അത് ചെയ്ത സമയത്ത് 800 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അതിൻ്റെ ടാക്സ് അടക്കം 944 രൂപയായി. അപ്പോൾ ഈ AC വെൻ്റ് ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ ഡെഫും കൂടി ചേർത്തിട്ട് എനിക്ക് വന്ന എമൗണ്ട് 2,744 അപ്പോൾ പൊതുവേ എനിക്ക് വരാറുള്ളൊരു എമൗണ്ട് എന്നുണ്ടെങ്കിൽ 15, 16, 16 രൂപയാണ് മേജർ സർവീസ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് 19,377 രൂപയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇത് ഇന്നലത്തെ ഡേറ്റ് ആണ്. ഇന്നലെ എന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസം 2025 ആഗസ്റ്റ് 2-ാം തീയതി ആയിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ 19,377 നിന്ന് ഈ ഒരു എമൗണ്ട് കുറച്ച് കഴിഞ്ഞെങ്കിൽ 2,474 രൂപ കുറച്ച് കഴിഞ്ഞെങ്കിൽ 16,903 രൂപയാണ് ഇപ്രാവശ്യം എനിക്ക് 90,000 കിലോമീറ്ററിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പെൻസ്. ഓക്കെ, നമസ്കാരം.